ഇതിന് ഡ്രം സ്റ്റിക്ക് ലീഫ് എന്നാണ് പറയുന്നത്. നമ്മളെ സാധാരണ കേരളക്കാരുടെ മുരിങ്ങയില, മോറിങ്ക എന്നും ഇതിന് പറയാറുണ്ട്. മുരിങ്ങയില അടർത്തിയെടുത്ത് കഴുകി ചെറുതായിട്ടൊന്ന് അരിഞ്ഞു വച്ചിരിക്കുന്നതാണിത്. ഇന്ന് ഞാനിത് വെച്ച് ഒരു ചിക്കലത്തെ ചോറിനൊരു തോരൻ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. മുരിങ്ങയില കൊണ്ട് നമുക്ക് മെഴുക്കുവരട്ടി ഉണ്ടാക്കാം, സൂപ്പ് ഉണ്ടാക്കാം, കറി ഉണ്ടാക്കാം. അങ്ങനെ പല വിധത്തിൽ ഇതിന് ഉപയോഗമുണ്ട്. അപ്പം ഇതിൻ്റെ ഗുണങ്ങളെന്ന് പറഞ്ഞാൽ ഇതിനകത്ത് ധാരാളം കാൽസ്യം അടങ്ങിയിട്ടുണ്ട്, വിറ്റാമിൻ സി ഉണ്ട്, പ്രോട്ടീൻസ് ഉണ്ട്, മിനറൽസ് ഉണ്ട്, പൊട്ടാസ്യം ഉണ്ട്, വൈറ്റമിൻ എ ഉണ്ട്, വൈറ്റമിൻ ഇ ഉണ്ട്. ഇതിൻ്റെ ഗുണങ്ങൾ നമുക്ക് എന്തൊക്കെയാണെന്ന് പറയാം. ഇത് ഹാർട്ടിൻ്റെ ഹെൽത്തിന് നല്ലതാണ്. ഷുഗർ ഉള്ളവർക്ക് ബ്ലഡ് ഷുഗർ കുറയ്ക്കാനായിട്ട് നല്ലതാണിത്. കൊളസ്ട്രോളും ഇത് റെഡ്യൂസ് ചെയ്യുന്നു. ഈ മുഖത്തിന് റിങ്കിൾസൊക്കെ ഉണ്ടാകുന്നതിന് അത് കുറയ്ക്കാനായിട്ട് ഇത് ഉപയോഗിക്കാം. നമുക്ക് ഒത്തിരി ആൻറ്റി ഓക്സിഡൻസ് ഒക്കെ അടങ്ങിയ ഒരു ഇലയാണിത്. കണ്ണിൻ്റെ കാഴ്ചയ്ക്ക് വൈറ്റമിൻ എ ഉള്ളതുകൊണ്ട് കണ്ണിൻ്റെ കാഴ്ച കൂട്ടാനും നല്ലതാണ്. മുഖത്തിന് തിളക്കമൊക്കെ നൽകാനും ഒക്കെ വളരെ നല്ലതാണ്. ചുരുക്കി പറഞ്ഞാൽ മുരിങ്ങയില മറ്റേത് ഒരു ഇലയേക്കാളും അത്ഭുതകരമായ ഗുണങ്ങളുള്ള ഒന്നാണ്. ഇനി നമുക്കിത് വെച്ചൊരു തോരനുണ്ടാക്കാം. അതിനുവേണ്ടിയാണിത് അരിഞ്ഞു വച്ചിരിക്കുന്നത്. മുരിങ്ങയില തോരൻ വയ്ക്കാനുള്ള അരപ്പിന് ഉള്ള ഇൻഗ്രീഡിയൻസാണ് ഇവിടെ കാണിക്കുന്നത്. ഒരു സവാള അരിഞ്ഞു വച്ചിരിക്കുകയാണ്, കുറച്ച് തേങ്ങ, കുറച്ച് ജീരകം, ഒരല്ലി വെളുത്തുള്ളി, സ്വല്പം മുളക് പൊടി, ചെറിയ 2 പച്ചമുളക്, കുറച്ച് മഞ്ഞൾ. ഇത്രയാണ് ഇതിൻ്റെ തോരൻ്റെ അരപ്പിന് ഉപയോഗിക്കുന്നത്. ഇത് നമുക്ക് ഇതിലേക്ക് തട്ടിയിടാം. അരപ്പുകൾ അതിനോട് ഒപ്പം ഇട്ട് ഇനി ഇത് തോരൻ്റെ പരുവത്തിന് അരച്ചെടുക്കണം. തോരന് അരച്ചെടുത്ത അരപ്പാണിത്. ഈ പരുവായിരിക്കണം മുരിങ്ങയില തോരനുള്ള അരപ്പ്. മുരിങ്ങയിലയുടെ കൂടെ കുറച്ച് ഉള്ളി പച്ചക്ക അതിലൂടെ അരിഞ്ഞ് ചേർത്ത് ഈ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് അതിനകത്ത് ഇടുക. അരപ്പിട്ട് ഇനി നമുക്ക് ഒരു സ്വല്പം വെള്ളം അത് വേകാനായിട്ട് ഒഴിക്കാം. കടുക് പൊട്ടിച്ച് അതിനകത്ത് വാട്ടിയെടുക്കാം, പക്ഷെ കുറച്ചുകൂടെ ടേസ്റ്റ് ലാസ്റ്റിൽ കടുക് പൊട്ടിക്കുന്നതാണ്. അരപ്പിട്ടിട്ട് നന്നായിട്ട് ചെറിയ തീയിൽ അടച്ചു വെച്ച് വേവിക്കണം. എന്നിട്ട് ഏകദേശം വെന്ത് കഴിയുമ്പോൾ ഒന്ന് ഇളക്കി ചേർക്കണം. മുരിങ്ങയില ആവിയിൽ വെന്ത് അരപ്പ് ചേർത്ത് ഇളക്കി ചെറിയ തീയിൽ ഒരു 2 മിനിറ്റും കൂടെ അടച്ച് വയ്ക്കണം. അടച്ച് വെച്ച് കഴിഞ്ഞ് കടുക് താളിച്ച് അതിനകത്ത് ഒഴിച്ച് ഇളക്കി വെച്ച് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റായിട്ടുള്ള മുരിങ്ങയില തോരൻ റെഡിയായി കഴിഞ്ഞു. ഇത് നമുക്ക് ചോറിൻ്റെ കൂടെയും പിന്നെ ചപ്പാത്തിയുടെ കൂടെയൊക്കെ നമുക്ക് സൈഡ് ഡിഷായിട്ട് ഇത് നമുക്ക് ഉപയോഗിക്കാം. വലിയ ഹെൽത്തി ആയിട്ടുള്ള അതിശയകരമായ വൈറ്റമിൻസും മിനറൽസും എല്ലാം അടങ്ങിയിട്ടുള്ള ഒരു ഇലക്കറിയാണ് മുരിങ്ങയില. പിന്നെ നമുക്ക് ഈ കടുക് താളിച്ചതും കൂടെ അതിനകത്ത് ഒഴിച്ച് നമുക്ക് യോജിപ്പിച്ച് ഉപയോഗിക്കാം. ലാസ്റ്റിൽ കടുക് പൊട്ടിച്ചൊടിച്ചിരുന്നാൽ കുറച്ചുകൂടെ ഒരു മണവും രുചിയൊക്കെ കൂടുതൽ കിട്ടും മുരിങ്ങയിലേക്ക്. ആദ്യം കടുക് പൊട്ടിക്കാതിരിക്കുന്നതാണ് നല്ലത്. അങ്ങനെ നമ്മൾ മുരിങ്ങയില തോരൻ റെഡിയായി. ചെറിയ തീയിൽ ആവിയിൽ വേവിച്ചെടുക്കുന്നതാണ് ഇലക്കറികൾക്ക് എല്ലാം നല്ലത്. ലാസ്റ്റിൽ കടുക് പൊട്ടിക്കുന്നതാണ് ഉത്തമം.